തീരാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ചോദിക്കും, അല്ല ഈ ശരീരത്തിനെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ ശരീരത്തെ നിലനിർത്താൻ പറ്റുമോ? ജ്ഞാനികള് ഈ ശരീരത്തിനെ കുറിച്ച് ഒട്ടും ഓർക്കണില്ലല്ലോ, ഭക്തന്മാരൊക്കെ. അപ്പൊ എങ്ങനെ ഈ ശരീരത്തെ നിലനിർത്താൻ സാധിക്കും എന്ന് ചോദിച്ചാൽ എന്തേ അതിന്റെ ആവശ്യം? നമ്മളൊക്കെ ഇവിടെ ജനിച്ചു, സമയമായാൽ ഇവിടുന്ന് പോവും, സംശയമൊന്നുമില്ല. ഈ ശരീരത്തെ നാം എത്ര പരിരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. പ്രാരബ്ധകർമ്മം അവസാനിച്ചാൽ ഈ ശരീരം നാം നോക്കിയാലും നോക്കിയില്ലെങ്കിലും വീണുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ശരീരത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്താക്കി പകരം ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ജീവനെ കുറിച്ച് ഉള്ള ചിന്തയാണ് വേണ്ടത്. അപ്പൊ ഈ ശരീരത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ആളുകള് നരകാദികളിലേക്ക് പോകേണ്ടി വരുന്നു. ഈ ആത്മാവിനെ കുറിച്ചുള്ള, അവനവനെ കുറിച്ചുള്ള ചിന്തയുള്ള സിദ്ധന്മാർക്ക് പരമഗതി ലഭിക്കുന്നു. അതാണ് ബദ്ധൻ മുക്തൻ എന്നൊക്കെ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിലൂടെ അനുസ്മരിച്ചത്. അതുകൊണ്ട് നിരന്തരം ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഈശ്വരനെ കുറിച്ചുള്ള നിരന്തര ചിന്തയുണ്ടായാൽ ഈ പ്രപഞ്ചമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിലെ മനസ്സ് പെട്ടുപോവില്ല എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തവരുടെ സംശയം മാറ്റിയതും. പിന്നീട് ഭക്തിയോഗത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഭക്തി എല്ലാം ഈശ്വരന് അർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അതാണ് ഉത്തമമായിട്ടുള്ള ഭക്തി. നമുക്കൊക്കെ ഭക്തി ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് ഓരോ ശ്ലോകം പറഞ്ഞു തരും. നമുക്കൊക്കെ തോന്നുന്നുണ്ട് ഞാനൊരു ഭക്തനാണ് എന്ന് തോന്നലുണ്ടാവും. ഇത്ര ഭക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്ലോകം ഭാഗവതം പറയും. എന്നിട്ട് നമ്മൾ എന്ന് ചോദിക്കുക, എനിക്ക് ഭക്തിയുണ്ടോ? ഭഗവാൻ പറയാണ്, എന്നിൽ താൻ മനമുള്ള ഭക്തൻ അമനൽ, എന്നിൽ കവിഞ്ഞുൻ അന്യമായി. അവനൊന്നും വേണ്ട. ന പാരമേഷ്ഠ്യം, ന മഹേന്ദ്രധിസ്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധീഹി അപുനർഭവം വാ. ഒന്നും വേണ്ട. ഇവിടെ ഭക്തിയെക്കുറിച്ച് പറയാൻ എന്തേ കാരണം എന്ന് വെച്ചാൽ ഈ 5 അല്ലെങ്കിൽ 6 അധ്യായങ്ങളാണ് പ്രഭാഷണം. ഈ 6 ദിക്കിൽ നോക്കിയാലും ഭക്തി. ഈ 6 ദിക്കിലെല്ലാം ഭാഗവതം മുഴുവൻ ഭക്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരിക. അതുകൊണ്ട് ഈ തത്വത്തെ മനസ്സിലാക്കണേക്കാളും എളുപ്പം ഭക്തിയെ മനസ്സിലാക്കല. തത്വം എന്ന് വെച്ചാൽ ചിന്തിച്ച് അവസാനം ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ എത്തും, ചിലപ്പോൾ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ. പക്ഷേ ഭക്തിയാകുമ്പോഴോ രണ്ടിന്റെ അവസ്ഥ ഒന്നാണ്, ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തലാണ് ഈ ഭക്തി. ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ, ഭഗവാനെ മാത്രം അറിയാം, ഭഗവാനെ മാത്രം പ്രേമിക്കുക. അതാണ് ഭക്തി എന്ന് പറയാം. അങ്ങനെ ഭഗവാനെ പ്രേമിക്കുന്നവര് എന്നിൽ കവിഞ്ഞന്യമായി ബ്രഹ്മേന്ദ്രാധിപദങ്ങളോ വിപുലമാം സാമ്രാജ്യഭോഗങ്ങളോ, അങ്ങനെയുള്ളവർക്ക് ഭഗവാനിൽ നിന്നൊന്നും വേണ്ട, ഭഗവാനെയാണ് വേണ്ടത്. രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങൾ ഓരോന്നു മനസ്സിലേറി ഗോവിന്ദപാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്ക് വേണ്ട എന്ന് ഉത്തമൻ ഭക്തന്മാര് പറയത്രേ. എനിക്ക് ആരോഗ്യം പോലും വേണ്ട. എന്തേത് ആരോഗ്യം കിട്ടിയാലാണോ ഓരോരോ സുഖങ്ങളിലേക്ക് പോവാ, മോഹങ്ങളിലേക്ക് പോവാ? അപ്പോ അങ്ങനെ ആയാലോ ഗോവിന്ദപാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്ക് വേണ്ട. അങ്ങനെ എന്നാൽ എനിക്ക് ആരോഗ്യം പോലും വേണ്ട എന്നാണ് പറയാ. അപ്പൊ ഉദ്ധവ അങ്ങനെയുള്ള ഭക്തന്മാരായി തീരുക, അതാണ് വേണ്ടത് എന്ന് പറയുന്നു. ഭഗവാൻ ചോദിക്കുകയാണ്, ഉദ്ധവൻ അറിയോ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ഉദ്ധവൻ അറിയോ ചോദിക്കുക. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ ബ്രഹ്മാവിനോടായിരിക്കും അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങയുടെ ആജ്ഞയെ പരിപാലിക്കുന്ന ആളല്ലേ. ബ്രഹ്മാവിന് എനിക്ക് നല്ല ഇഷ്ടമാണ്, എന്നാലും അത്ര ഇഷ്ടമല്ല. എന്നാൽ മഹാദേവനെ ആയിരിക്കും, അങ്ങനെ ഭക്തന്മാരിൽ ഒരാളാണല്ലോ ദേവന്മാരുടെ ഗണത്തില്. മഹാദേവനെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് മഹാദേവനെ ഇഷ്ടമാണ്, എന്നാലും അത്രയ്ക്ക് ഇഷ്ടമല്ല. ന തഥാമേ പ്രിയതമ ആത്മയോനിഹി ന ശങ്കരഃ. എന്നാൽ സംരക്ഷണമൂർത്തിയായിരിക്കും അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം. ആദ്യം അനിയനായിട്ട് വന്നു, ഇപ്പൊ ഏട്ടനായിട്ട് വന്നു, അദ്ദേഹത്തിന്റെ മുകളിലാണ് കിടപ്പ്. അതുകൊണ്ട് സംഘർഷണനെ ആയിരിക്കും അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏട്ടനെ നല്ല ഇഷ്ടമാണ്, എന്നാലും അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ ഭഗവാനെ സംശയമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ്. എന്തേത്
സ്വന്തം ഭാര്യയായിരിക്കുന്ന ലക്ഷ്മിയോടായിരിക്കും ഏറ്റവും ഇഷ്ടം അല്ലേ? അയ്യോ ലക്ഷ്മിയോട് എനിക്ക് ഇഷ്ടമുണ്ട്, ലക്ഷ്മിയെ ഇഷ്ടമാണ്, എന്നാലും അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയെ തന്നെയായിരിക്കും. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, എന്നാലും അത്രയ്ക്ക് ആവില്ല. എത്രയ്ക്കും? യഥാ ഭവാൻ, ഉദ്ധവനെ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് മറ്റാരോടും ഇഷ്ടമില്ല. അത്ര കേവലം ഒരു ഉദ്ധവനോടല്ലാട്ടോ പറയണത് ഭഗവാൻ. നമ്മളാകുന്ന ഉദ്ധവന്മാരോട്, നമ്മളാകുന്ന കുറൂരമ്മമാരോട്, നമ്മളാകുന്ന വില്ലമംഗലം സ്വാമിയാരോട് ഒക്കെയാണ് ഭഗവാൻ പറയണത്. ന തഥാമേ പ്രിയതമ ആത്മയോനി ന സങ്കരഃ നച്ച സംഘർഷണോ ന ശ്രീ നൈവ ആത്മാച യഥാ ഭവാൻ. നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പന്റെ അമ്പാടിക്കണ്ണിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റൊന്നും വേണ്ട, ഭഗവാൻ മുമ്പിൽ ആദ്യം വരെ എന്തിനു വേണ്ടിയിട്ടാ? ഒരു വട്ടം അമ്പാടിക്കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഇങ്ങനെ നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് പോയെന്നല്ല, ഒരു ജോലി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നിൽക്കും. അവിടെ എത്തിയാലോ, അവിടെ എത്തിയാൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മയിൽപ്പീലൊക്കെ ചൂടി മഞ്ഞപ്പട്ടൊക്കെ ചാർത്തി പൊന്നോട് കോയിലും ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവാനെ കണ്ടാലേ നമ്മൾ പറയും, എന്തൊക്കെയാണ് ചോദിക്കാൻ വന്നത് അതൊക്കെ മറക്കൂത്രേ. എന്നിട്ട് പറയും, വേണ്ടേനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ, ഒരു നാളും തരി പോലും മാറാതെ കാൽ ചോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ. ഗുരുവായൂരപ്പ എനിക്കൊന്നും വേണ്ട, എന്നെ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കാതിരുന്നാ മതി. എന്നും ഇങ്ങനെ ഭഗവാന്റെ പാദത്തിലെ തുളസിയായിട്ട് തന്നെ കിടക്കുക, വേറൊന്നും വേണ്ട എന്നാണോ നാം പറയുക? അന്ന് ഭഗവാൻ പറയും, ന തഥാമേ പ്രിയതമ ആത്മയോനി ന സങ്കരഃ നജ സംഘർഷണോ ന ശ്രീഹി നൈവാത്മാച യഥാ ഭവാൻ. ഭഗവാൻ പറയും, ഇശ്ശികാലായി ഞാൻ അവിടെ നിൽക്കണു. എന്തിനാ? നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടേ. രണ്ടു കയ്യും പിടിച്ച് ഭഗവാൻ നിൽക്കുകയാണ്, എന്തേ വരാൻ വൈകുന്നു ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകണ്ട, ഈ പ്രേമഭക്തിയെ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഈശ്വരനെ നേടിയാൽ ഈ ലോകത്തിനെ മുഴുവൻ നേടി. ഈ ലോകത്തിനെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നാം ജനിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ്? രണ്ട് കൈയും ചുരുട്ടി പിടിച്ചിട്ടാണല്ലേ. അവസാനം മരിച്ചു പോകുമ്പോഴോ ഇതിനെ എല്ലാത്തിനെയും എൻ്റെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ഞാൻ വന്നു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ലോകത്തിലുള്ള ഓരോന്നിനെയും കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല, കിട്ടില്ല. പകരം ഈശ്വരനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഈശ്വരനെ സ്വന്തമാക്കിയാൽ നമുക്ക് എല്ലാം നേടി. ആ ഈശ്വരനെ സ്വന്തമാക്കാൻ ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ സ്വന്തമാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപസ്യാഗോ യഥാ ഭക്തി മമൂർജിത ഭക്തിയാഹമേകയാഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയസതാം ഭക്തി പുനാതി മന്നിഷ്ഠ സ്വഭാഗാനപി സംഭവാൽ.